നിയമസഭയിലെ വോട്ടെല്ലാം പെട്ടിയിലായി. നമ്മുടെ കേരളത്തിലെ UDF ഇപ്പോൾ ഒരു സർക്കാർ തന്നെ രൂപീകരിച്ചു. അവർ മുന്നോട്ട് പോവുകയാണ്. കാരണം അവർ ഇപ്പോൾ തന്നെ വോട്ട് എണ്ണിയിട്ടില്ല. അവർ സ്വന്തമായിട്ട് സർക്കാർ രൂപീകരിച്ചു 100% ഉറപ്പിലിരിക്കുകയാണ്. ഇവിടേക്ക് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളൊരു തീരുമാനത്തിൽ മാത്രമാണ് എത്താത്തത്. അപ്പോൾ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപന്തിയിലുള്ള ഒരാളാണ് നമ്മുടെ രമേശ് ചെന്നിത്തല, ഹരിപ്പാട്ടിൽ നിന്ന് മത്സരിക്കുന്ന അദ്ദേഹം. ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് VD സതീശനും KC വേണുഗോപാലും ഒക്കെ ഉള്ളത്. ഹരിപ്പാട്ട് നിലയെന്ന് പറഞ്ഞാൽ വളരെ മോശം നിലയിലാണ് ചെന്നിത്തലയുടെ അവസ്ഥ എന്നാണ് പൊതുവെയുള്ള അറിവ്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന് അതിന് മുന്നേ നേടിയ വോട്ട് നേടാൻ കഴിഞ്ഞില്ല, വോട്ട് കുറയുകയും ചെയ്തു. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. അത് സാമുദായിക ഘടകങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് അനുകൂലമാകുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. കോൺഗ്രസും BJPയും നിർത്തിയിരിക്കുന്നത് NSSൻ്റെ സാമുദായിക ഇതുള്ള നേതാക്കന്മാരെയാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ഇത്തവണ പ്രതിപക്ഷ നേതാവ് അല്ലാതാകുകയും VD സതീശൻ്റെ ഒരു നിഴലായി പോകുന്ന അവസ്ഥയാണ്. കാരണം VD സതീശനാണ് സജീവമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഇതായിട്ട് നിന്നത്. അപ്പം അവിടെ ചെന്നിത്തല ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവല്ല എന്നുള്ളൊരിതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങളും നിലവിലില്ല. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ KCയും VD സതീശനും ഇവർ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വോട്ടർമാർ ഹരിപ്പാട്ടുണ്ട്, ആ ഗ്രൂപ്പുകളുടെ. അപ്പോൾ അവർക്ക് ഒരിക്കലും ചെന്നിത്തല ജയിച്ച് ഈ പറയുന്ന KCക്കോ VD സതീശനോ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആളായിട്ട് വരുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ ആ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് വോട്ടുകൾ കുറയും. അതുപോലെ തന്നെ സന്ദീപ് ബജസ്പതി BJPയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രാവശ്യം അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സന്ദീപ് ബജസ്പതി എത്രത്തോളം വോട്ടുകൾ പിടിക്കും, എന്തായാലും അതിൻ്റെ അകത്തൊരു ഡീല് ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അങ്ങനെ ഒരു ഡീലുണ്ടെങ്കിൽ അവർ ഇത്രയും മികച്ച ഒരു സ്ഥാനാർത്ഥി BJPക്ക് അവിടെ, BJPയെ സംബന്ധിച്ച് മികച്ച സ്ഥാനാർത്ഥി, അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കത്തില്ലായിരുന്നു. അപ്പോൾ അവർക്കും പരമാവധി വോട്ടുകൾ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുപോലെ വികസന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് ഒരു നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. കാരണം പല കാര്യങ്ങൾ, അതായത് ഹരിപ്പാട്ട് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ KSRTCയിൽ ആവശ്യമായ സൗകര്യങ്ങളില്ല. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളും കുറേ റോഡുകൾ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ നല്ല രീതിയിൽ റോഡ് വികസനമൊക്കെ വന്നപ്പോൾ ഈ ഹരിപ്പാട് മണ്ഡലത്തിൽ അങ്ങനെയുള്ള വികസനങ്ങൾ കുറഞ്ഞു എന്നുള്ളത് MLAയുടെ ഒരു കഴിവുകേടായിട്ടൊക്കെയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ആൾക്കാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് വേണം അദ്ദേഹം മുന്നോട്ട് വരേണ്ടത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ നിലവിലെ നമ്മളിപ്പോൾ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ വരാതിരിക്കുകയും നിലവിൽ വോട്ടർമാർ കൂടുതൽ വോട്ട് വർദ്ധിച്ചത്, അതുപോലെ തന്നെ ഒരു തരംഗമുണ്ടാകുക, ഇങ്ങനെയൊക്കെ വരുന്നത് UDFന് അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെന്നിത്തല തന്നെ വീണ്ടും അവിടെ വരാനാണ് സാധ്യത. അല്ലാത്ത പക്ഷം നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെന്നിത്തലയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിസ്മോൻ അവിടെ ഹരിപ്പാട് മണ്ഡലത്തിൻ്റെ MLA ആയിട്ട് മാറും.